സംഘടനയിൽ നിന്ന് ഉയർന്ന പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. അതിൻ്റെ ഒരു വിശദാംശത്തിലേക്ക് പോവുകയാണ്. ഈ നടൻ ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ തുടർ നടപടികൾ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ചു എന്ന് കടവന്ത്ര പോലീസ് പറഞ്ഞു. അൻസിബയുടെ മൊഴിപ്പകർപ്പ് ACPക്കും DCPക്കും കൈമാറിയിട്ടുണ്ട്. നീന കുറുപ്പിന്റെ മൊഴിയെടുക്കുന്നതിലും അന്വേഷണ സംഘം മേലുദ്യോഗസ്ഥരുടെ അനുമതി തേടും. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, ഈ വിഷയത്തിൽ പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സഹിൻ? സേതു, നമുക്കറിയാവുന്നതുപോലെ തന്നെ അൻസിബ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്കും DGPക്കും എല്ലാം പരാതി നൽകിയിരുന്നത്. നടൻ ടിനി ടോം തന്നെ വർഗീയവാദിയെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു, ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ തനിക്കെതിരെ മോശം പ്രചാരണങ്ങൾ നടത്തി എന്നുള്ളതാണ് അൻസിബയുടെ പരാതിയായി ഉണ്ടായിരുന്നത്. ഈ രണ്ട് പരാതിയിലുമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കടവന്ത്ര പോലീസ് ഇന്നലെ അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തി, വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കടവന്ത്ര CI ഈ മൊഴിയുടെ പകർപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിനും ഒപ്പം തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിനും കൈമാറിയിട്ടുണ്ട്. ഈ രണ്ടുപേരും ഇത് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോകുക. ഏതായാലും ടിനി ടോമിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ നടി നീന കുറുപ്പാണ് അൻസിബയെക്കുറിച്ച് ടിനി ടോം മോശമായി സംസാരിക്കുന്നത് കേട്ടതായി അൻസിബയെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നടി നീന കുറുപ്പിന്റെ മൊഴിയും എടുക്കേണ്ടതായി വരും. അതൊക്കെ DCPയുടെയും ഒപ്പം തന്നെ ACPയുടെയും മറുപടി ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും കടവന്ത്ര CI എടുക്കുക. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും നടപടി ഉണ്ടായില്ലെങ്കിൽ അത് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കേസ്, അത് നേരത്തെ നടി ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയിരുന്ന കേസ്, ആ കേസിലും കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അൻസിബയുടെ തീരുമാനം. സേതു, ഓക്കെ, ശരി സഹിൻ.